സിമ്പിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം എന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇൻട്രാഡേ ട്രേഡിംഗ് ആണ്. ഇന്ന് 22 ജനുവരി 2025 അപ്പോൾ നിങ്ങൾ ഓഫീസിലോ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നവരാകട്ടെ, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒത്തിരി തല പുഴയ്ക്കാണ്ട് ട്രേഡ് എങ്ങനെ എടുക്കാം എന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് സിറോദയാണ്. എന്നാൽ ട്രേഡിംഗ് ചാർട്ടുകൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ട്രേഡിംഗ് വ്യൂ ആണ്. ഇപ്പോൾ ട്രേഡിംഗ് വ്യൂ എങ്ങനെ എടുക്കണം എന്നറിയാത്തവർക്ക് വേണ്ടിയാണ് ആദ്യമേ തന്നെ പറയുന്നത്. നിങ്ങളുടെ ഗൂഗിളിൽ ട്രേഡിംഗ് വ്യൂ എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, ചാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോമിൽ കയറുന്നതുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ലോഗിൻ ചോദിക്കും. ഞാനിവിടെ നേരത്തെ ലോഗിൻ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ചാർട്ട് നേരെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഒന്ന് എഴുതുക. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വീഡിയോ ഇടാം. കാരണം അത് പഠിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാമെന്ന് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്ന ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ അത്രയും ഡീപ്പായിട്ട് പോകാത്തത്, സമയം വെറുതെ കളയണ്ടല്ലോ ഓർത്ത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഇവിടെ നോക്കുക. ഇവിടെയാണ് നമ്മുടെ ട്രേഡിംഗ്, നമ്മുടെ ഏതൊക്കെ സ്റ്റോക്കുകൾ നമുക്ക് കാണണമോ ഇവിടെ ജസ്റ്റ് സെർച്ച് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് റിലയൻസ് വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യുക റിലയൻസ് എന്ന്. ഇപ്പോൾ റിലയൻസിൻ്റെ സ്റ്റോക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ റിലയൻസിൻ്റെ സ്റ്റോക്ക് വന്നു. പിന്നെ നമ്മൾ നോക്കുന്നത് ഇൻഫോസിസ് ആണ്. ഞാനിന്ന് രാവിലെ എടുത്ത ട്രേഡ് ഇൻഫോസിസിൻ്റെയാണ്. അതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്കറിയാം ട്രേഡിങ്ങിൽ എന്തോരം പവർ ഉണ്ട്, എങ്ങനെ നമുക്ക് പൈസ ഉണ്ടാക്കാം എന്നൊരു പ്രൂഫ് കൂടിയാണിത്. എല്ലാവരും നഷ്ടമാണ് എന്ന് പറയുമ്പോഴും നമുക്കിതിൽ നിന്ന് പണം ഉണ്ടാക്കാൻ പറ്റും. വലിയ ടെക്നിക്കൽ പരിപാടികളൊക്കെ ചെയ്യാണ്ട് സിമ്പിളായിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുക എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് നാളെ പോയി 1 ലക്ഷം 2 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് എടുക്കരുത്. ആദ്യമായിട്ട് ട്രേഡ് ചെയ്യുന്നവർ, ആദ്യമായിട്ട് ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നവർ വളരെ കുറച്ച് പൈസ ഇറക്കുക. 2000-3000 രൂപ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് നിങ്ങൾ ട്രേഡ് എടുക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്നു, ഓക്കെ ഞാനിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പണം ഉണ്ടാക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് വന്നെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ പൈസ ഇടുക. കാരണം നമ്മുടെ സൈക്കോളജി പ്രകാരം നമ്മൾ ഒറ്റയടിക്ക് പൈസ ഇട്ട് കഴിഞ്ഞ് നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കാൻ നമുക്ക് എപ്പോഴും ടെൻഷനായിരിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എക്സിറ്റ് ചെയ്യും. അപ്പോൾ അതിന് പകരമായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾ ചെറിയ എമൗണ്ടിൽ തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് പോയാലും 100 രൂപ 200 രൂപ മാക്സിമം പോകും, യാതൊരു ടെൻഷനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രേഡിങ് തുടങ്ങുന്നവരാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ 10,000 20,000 30,000 ഇട്ട് വെറുതെ പൈസ കളയരുത്, ടെൻഷൻ അടിക്കരുത്. പിന്നെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള മൂഡ് ഉണ്ടാവത്തില്ല. അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്നത് ഏറ്റവും കുറഞ്ഞ ഇതിൽ തുടങ്ങുക. നമ്മൾ ചെയ്ത അബദ്ധങ്ങളുടെ ഒരു വെളിച്ചത്തിലാണ് ഈ പറയുന്നത്. തുടങ്ങുമ്പോൾ ഏറ്റവും ചെറുതായിട്ട് തുടങ്ങുക, അതിനുശേഷം പടിപടിയായിട്ട് കൂട്ടുക. ഇപ്പോൾ ഒരു ദിവസം ഒരു മാസം നിങ്ങൾ ട്രേഡ് ചെയ്തു, നിങ്ങൾക്ക് ഒരു നല്ല പ്രോഫിറ്റ് കിട്ടി എന്ന് വിചാരിച്ച് നാളെ വന്ന് 1 ലക്ഷം രൂപ കൊണ്ടിടരുത്. നിങ്ങൾ എത്രയാണോ ഒരു 3000 രൂപ ഇട്ടു, അടുത്തത് ഡബിൾ ആക്കുക. അങ്ങനെ പടിപടിയായിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ സ്ട്രാറ്റജിയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലാണ്, ക്യാൻഡിൽ സ്റ്റിക്സ് ആണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്ററാണ് സൂപ്പർ ട്രെൻഡ്. അപ്പോൾ ഇൻഡിക്കേറ്റർ എങ്ങനെ എടുക്കണമെന്ന് പറയാം. ഇവിടെ നിങ്ങൾ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഒരു സെർച്ച് ബാർ ഇവിടെ കാണാം, സെർച്ച് എന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾ SUPER ട്രെൻഡ് എന്നടിക്കുക. അപ്പോൾ ഇവിടെ സൂപ്പർ ട്രെൻഡ് എന്നൊരു സാധനം വന്നു. ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം സൂപ്പർ ട്രെൻഡ്. ഈ ലൈനാണ് സൂപ്പർ ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രാറ്റജിയിൽ എപ്പോഴാണോ സൂപ്പർ ട്രെൻഡ് ബൈ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ബൈ മേടിക്കുന്നു, ബൈ ചെയ്യുന്നു. എപ്പോഴാണ് സെൽ എന്ന് പറയുന്നത് അവിടെ സെല് ചെയ്യുന്നു. ഇപ്പോൾ എവിടെയാണ് സെല് ചെയ്യുക, എങ്ങനെയാണ് ബൈ വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ റെഡ് ലൈൻ കാണാമല്ലോ. ഇവിടെ ഇന്നലത്തെ ട്രേഡിംഗ് ക്യാൻഡിലാണ്. ഇവിടെയാണ് ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് 22. അപ്പോൾ അതിന് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ റെഡ് ലൈൻ കാണിക്കുന്നത് ഇവിടെ നമ്മൾ സെല്ല് ചെയ്യാനാണ് സൂപ്പർ ട്രെൻഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ വരുമ്പോൾ നിങ്ങൾക്കറിയാം ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ബൈ ആണ് സൂപ്പർ ട്രെൻഡ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ കളർ ചേഞ്ച് ചെയ്തു. സിറോദയിലെ കൈറ്റ് പ്ലാറ്റ്ഫോമിലാണെങ്കിൽ ഇവിടെ 2 ആരോയും കൂടെ വരും. അതായത് ഈ ക്യാൻഡിലാണ് നമുക്ക് ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ബൈ എടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ സ്ട്രാറ്റജിയിൽ 5 മിനിറ്റ്സ് ക്യാൻഡിൽ നോക്കുക. ഇവിടെ നിങ്ങൾക്ക് സൂപ്പർ ട്രെൻഡ് ബൈ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഹൈ എത്രയാണെന്ന് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഹൈ ഈ 5 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ഹൈ 1824.8. ഇവിടെ 1825 എന്ന് റൗണ്ട് ചെയ്യുക.
ഈ ഹൈയിൽ നിന്നും 1 രൂപ അല്ലെങ്കിൽ 2 രൂപ മാക്സിമം മാറ്റി വയ്ക്കുക. അതായത് 1825 സങ്കല്പിക്കുക. 1826 നിങ്ങൾ ബൈ ഓർഡർ ഇടുക. അതായത് നിങ്ങൾക്ക് ലിമിറ്റ് സെറ്റ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ മാനുവലായിട്ട് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ചെയ്യാവുന്നതാണ്. 1825 നിങ്ങൾ മേടിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ബൈ ഇവിടെ ലഭിച്ചു കഴിഞ്ഞാൽ 2 ഓപ്ഷനാണ് ഉള്ളത്. എത്രയാണോ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അത് തന്നെ ടാർഗറ്റ് വയ്ക്കാം. അതായത് 1:1 റിസ്ക് റിവാർഡ് റേഷ്യോ, ഇല്ലെങ്കിൽ 1:2. 1:2 എപ്പോഴും അച്ചീവ് ചെയ്യണമെന്നില്ല ഇൻട്രാഡേയിൽ. ഏറ്റവും സേഫ് ആയിട്ടുള്ളത് 1:1 ആണ് ഏറ്റവും സേഫ്. അപ്പോൾ ഇതിനകത്ത് സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണമെന്ന് ചോദിച്ചാൽ, സെയിം ക്യാൻഡിൽ നമ്മളിപ്പോൾ ബൈ എടുക്കാൻ വേണ്ടി ഹൈ കണ്ടുപിടിച്ച സെയിം ക്യാൻഡിലിൻ്റെ ലോ എവിടെയാണെന്ന് നോക്കുക. ഇത് 1804.95. അപ്പോൾ ഇതിൽ നിന്ന് 1-2 രൂപ താഴെ വയ്ക്കുന്നതാണ്, സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ചില സമയത്ത് നമ്മുടെ ഈ ട്രേഡ് നേരെ തിരിഞ്ഞ് 1 രൂപ 2 രൂപ താഴെ നമ്മൾ ട്രേഡ് എടുക്കുന്നു ഇവിടെ, അതിനുശേഷം നേരെ ഇവിടെ താഴെ വന്നിട്ട് ഇവിടം വരെ വന്നിട്ട് തിരിച്ച് വീണ്ടും കയറി പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് സേഫായിട്ട് സ്റ്റോപ്പ് ലോസ് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1-2 രൂപ താഴെ വെച്ചാൽ മതി. ഇൻട്രാഡേയിൽ സ്റ്റോപ്പ് ലോസ് വെക്കാണ്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത്. കാരണം എപ്പോൾ വേണമെങ്കിലും ട്രെൻഡ് ചേഞ്ച് ചെയ്യാം, നമ്മൾ വലിയ ലോസിലേക്ക് പോകാം. നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ പർട്ടിക്കുലർ എമൗണ്ടേ പോകുള്ളൂ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരു 20-22 രൂപ ഒരു ഷെയറിൽ നമുക്ക് നഷ്ടം വരും മാക്സിമം. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചില്ലെങ്കിൽ വേണമെങ്കിൽ 100 രൂപ ഒരു ഷെയറിനായി വരും നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സ്റ്റോപ്പ് ലോസ് വെക്കണം. നിങ്ങൾ ബൈ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ഇന്നത്തെ ട്രേഡ് നോക്കുകയായിരുന്നു. നമ്മൾ 1825-ലോ 26-ലോ മേടിച്ചിരിക്കട്ടെ, നമുക്ക് 1:1 ആവുമ്പോൾ നമുക്ക് എക്സിറ്റ് അടിക്കാം. ഇല്ല എങ്കിൽ ഈ ട്രെൻഡ് ലൈൻ, അതായത് സൂപ്പർ ട്രെൻഡിൻ്റെ ഈ ലൈൻ എവിടെയാണോ ചേഞ്ച് ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ ഗ്രീൻ ഇവിടം വരെയുണ്ട്, ഇവിടെ വന്നതിന് ശേഷം നേരെ റെഡായി. അതായത് ഈ ക്യാൻഡിലാണ് നമ്മുടെ സൂപ്പർ ട്രെൻഡ് പറയുന്നത് അടുത്ത ക്യാൻഡിൽ മുതൽ ബൈ കൊടുക്കാനുള്ള സെല്ല് ചെയ്യാനുള്ള സമയമായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് എക്സിറ്റ് അടിക്കാം. 2 ഓപ്ഷനാണ് ഉള്ളത്. ഞാൻ ഫോളോ ചെയ്യുന്നത് സാധാരണ ഈ ഓപ്ഷനാണ്. എപ്പോഴാണോ സൂപ്പർ ട്രെൻഡ് ബൈ പറയുന്നത് അപ്പോൾ ഞാൻ മേടിക്കും. അതിനുശേഷം എപ്പോഴാണോ സൂപ്പർ ട്രെൻഡ് സെല്ല് ചെയ്യാൻ വേണ്ടി ഇവിടെ ആ ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്ന ഒരു കളർ ചേഞ്ച് ചെയ്യുന്ന സമയമുണ്ടല്ലോ, അവിടെയാണ് ഞാൻ എക്സിറ്റ് അടിക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം റൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ വലിയ താല്പര്യമില്ല എന്നുള്ളവരാണെങ്കിൽ 1:1 നിങ്ങൾക്ക് ഇറങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മൾ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി നമുക്കൊരു എക്സൽ ഷീറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തതാണ്. അതായത് നിങ്ങൾക്ക് 10,000 രൂപയുണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് ഇന്ന് ഞാൻ 200 രൂപയാണ് മാക്സിമം നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയുള്ളൂ. അപ്പോൾ ഞാൻ എത്ര സ്റ്റോക്ക് മേടിക്കണം എന്നൊക്കെ ഒരു കാൽക്കുലേഷൻ ഞാൻ ഉണ്ടാക്കി, അങ്ങനെയാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഷീറ്റ് ആവശ്യമുണ്ട്, എങ്ങനെയാണ് ചെയ്യുന്നത് അറിയണമെന്ന് താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. ഞാൻ വേറൊരു വീഡിയോയിൽ അതും ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. 1825 മേടിച്ച സ്റ്റോക്ക് 1866 വരെ പോയിട്ടുണ്ട്. നമുക്ക് സുഖമായിട്ട് 1:2 അടുത്ത് നമുക്ക് ടാർഗറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ 1:1 നമുക്ക് ഇടയ്ക്ക് എക്സിറ്റ് ചെയ്യാം. 24-25 പോയിന്റ് കഴിയുമ്പോൾ എക്സിറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു അനാലിസിസിന് വേണ്ടി ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ മെത്തഡോളജിയിൽ വിശ്വാസം വന്നെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുക. ആരും പറയുന്നത് കേട്ട് ട്രേഡ് എടുക്കരുത്. നിങ്ങൾ തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്ന്. അതിനുശേഷം ട്രേഡ് എടുക്കാനായിട്ട് പരിശ്രമിക്കുക. വളരെ കുറഞ്ഞ അളവിൽ മാത്രം എടുക്കുക. ആദ്യമൊക്കെ മേടിക്കും 1-2 ട്രേഡ് ഒരു ഷെയർ എടുത്താലും മതി. ജസ്റ്റ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് പതുക്കെ നിങ്ങൾ ഷെയറിൻ്റെ എണ്ണം കൂട്ടുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ ഒരു വർഷം കൊണ്ട് 1,00,000 വീടുകളിലേക്ക് 1,00,000 ആളുകളിലേക്ക് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് വഴി വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പഠിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് എൻ്റെ ചാനലിലുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മൾ വരുമാനമോ അങ്ങനെയൊന്നുമല്ല, ഫ്രീ ആയിട്ടാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ എല്ലാ ട്രേഡിംഗ് ടിപ്പുകളും മെത്തേഡ്സും എല്ലാം നമ്മൾ സൗജന്യമായിട്ട് ഈ ചാനൽ വഴി കൊടുക്കുന്നതാണ്. അപ്പോൾ 1,00,000 വീടുകളിലേക്ക് എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ 2-3 പേര് കാണും. അപ്പോൾ ഒരു 2,00,000-3,00,000 ആൾക്കാർക്ക് സന്തോഷം ലഭിക്കുന്ന ഒരു പരിപാടിയാണ്
നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും സൗജന്യമായിട്ട് ഇതിൽ പങ്കെടുക്കാം. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവരും നമ്മുടെ കേരളത്തിൽ വലിയൊരു കമ്മ്യൂണിറ്റി, ട്രേഡിംഗ് കമ്മ്യൂണിറ്റി ഉണ്ടാകണം എന്ന ഒരു ആഗ്രഹം കൂടിയുണ്ട്. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.